ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫസീസ് ഫുഡി സ്പോട്ട്. ഇന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഗ്രിൽഡ് ചിക്കൻ സാൻഡ്വിച്ച്. ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് പോകാം. ഇതിനു വേണ്ടി ഒരു ബൗളിലോട്ട് 1 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈര് ഒഴിച്ച് കൊടുക്കുക. ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തന്തൂരി മസാല ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലോട്ട് ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം ഒരു 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുക. അടച്ച് വെച്ച് ഒരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു പാനിലോട്ട് ഒരു 5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. 2 സൈഡും നല്ല ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഒക്കെ ഇങ്ങനെ ഷ്രെഡ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്താലും മതിയാവും. ഒരു ബൗളിലോട്ട് ഒരു വലിയ ടേബിൾ സ്പൂൺ കട്ടിയുള്ള തൈര് ഒഴിച്ച് കൊടുക്കുക. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മയണീസ് ചേർക്കുക. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് ഒരു 1/2 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ വലിയുള്ളി ഇട്ട് കൊടുക്കുക. ഒരു 1/4 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ചിട്ട് കൊടുക്കുക. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതിട്ട് കൊടുക്കുക. നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ചിക്കൻ ഫില്ലിംഗ് ഇവിടെ റെഡിയാണ്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമുക്കിനി സാൻഡ്വിച്ച് റെഡിയാക്കാം. ഇതിനു വേണ്ടി ഒരു ബ്രെഡ് സ്ലൈസിൽ നമ്മൾ സാധാരണ സാൻഡ്വിച്ചിന് ഫില്ല് ചെയ്യണ പോലെ ചിക്കൻ ഫില്ലിംഗ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ട് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുക. ആ ഫില്ലിംഗ് ഒക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് സെറ്റ് ആവാനാണ് അങ്ങനെ ചെയ്യണത്. ഒരു ഗ്രിൽ പാനിൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ഗ്രിൽ പാനില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ ഏതെങ്കിലും സാധാരണ തവ അല്ലെങ്കിൽ പാൻ എടുത്താലും മതിയാവും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ സാൻഡ്വിച്ചൊക്കെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക.
നമ്മളുടെ ഗ്രിൽഡ് ചിക്കൻ സാൻഡ്വിച്ച് നല്ല അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണിത്. എല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്യണം. ഈ റെസിപ്പി ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലൊരു അടിപൊളി റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.